ഒരു തറവാട്ടിൽ വന്നു കയറിയ മരുമക്കള്, ഭാര്യമാര്, ഫാമിലിയിൽ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ 19 പേര് കൂടിയിട്ടുള്ള ഒരു ടീമാണ്. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് തന്നെ. മോതിരുന്ന പോലെ ബാൻഡേജ് ഇടേണ്ടി വരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതൊരു എനർജിയാണ്. BJPയുടെ കൊട്ടിക്കലാശത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വനിതകളുടെ ശിങ്കാരിമേളമാണ്. അപ്പോൾ ഇതിന്റെ നേതൃത്വം നൽകുന്നത് ഷാലു ചഞ്ചലാണ്. ഷാലു, എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ ഒരു മേളത്തിൽ? ഞങ്ങൾ 19 അംഗങ്ങളാണ്. ഞങ്ങളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങൾ പെരിഞ്ഞനം വെസ്റ്റിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ പെരിഞ്ഞനം വെസ്റ്റിൽ നിന്നാണ് വരുന്നത്. കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ വീട്ടിലെ അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എല്ലാവരും. പാപ്പന്മാരുടെ ഭാര്യമാര്, ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാരും മക്കള് അടങ്ങുന്ന ഒരു 19 അംഗങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങൾ. അതെ 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 ഞങ്ങളൊരു കുടുംബത്തിൽ നിന്ന് വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമ്മൾ ശ്രീപതി കളപ്പുര എന്ന് പറയുന്ന ഒരു ടീമാണ് ഇറങ്ങിയിരിക്കുന്നത്. കളപ്പുര, കിഴക്കേടത്ത് കളപ്പുരയിൽ എന്ന് പറഞ്ഞാൽ ഒരു തറവാട്ടിൽ വന്നു കയറിയ മരുമക്കള്, ഭാര്യമാര്, ഫാമിലിയിൽ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ 19 പേര് കൂടിയിട്ടുള്ള ഒരു ടീമാണ്. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നത്? നമ്മള് കോമൺ ആയിട്ട് തിരുവാതിര, കൈകൊട്ടികളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാ വർഷം അമ്പലത്തില്. അപ്പൊ അതൊരു കോമൺ ആയിട്ടുള്ള പ്രോഗ്രാം ആയില്ലേ. അപ്പൊ വ്യത്യാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അങ്ങനെ മേളം പഠിക്കാൻ തീരുമാനിച്ചു. അത് ശിങ്കാരി മേളായി മാറി. ആരാണ് പഠിപ്പിച്ചത്? സനു കലാകാരൻ. പഠിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ചാലു ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ടീമായിട്ട് കൊണ്ടുനടക്കാനായിട്ട്. ഓക്കെ. പ്രധാനമായിട്ടും നിങ്ങളുടെ ആശാനുണ്ട്. ആശാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിശീലിപ്പിക്കുന്ന ആരാണ്? ഓ, ആശാൻ അല്ലാതെ പിന്നെ പരിശീലിപ്പിക്കുന്ന ആരാണ്? ഇല്ല, ആശാനാണ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത്. കലാസമിതിയിലെ സനു കലാകാരനാണ് ഞങ്ങളുടെ ആശാൻ. ആശാന്റെ കീഴിലാണ് ഞങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങളെ കൂടെ ഉണ്ടായതാണ്. സേലത്തൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ ആശാന് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് വെളുപ്പിനെ ആള് തൃശ്ശൂർക്ക് പോയി, നാട്ടിലോട്ട് പോയി. അപ്പൊ ഞങ്ങള് കൂടെ വരാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ്. ആശാന് സനു കലാകാരൻ. നിങ്ങള് ഇത് ഇലത്താളം മാത്രമേ അടിക്കത്തുള്ളൂ അതോ ചെണ്ടടി? ഇല്ല, ഇലത്താളം മാത്രം. എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് ഇലത്താളം ചെയ്യണം. ഇലത്താളം അടിക്കാൻ പ്രത്യേക പരിശീലനം ഉണ്ടോ? ഉണ്ട്. കൈയൊക്കെ വേദനിക്കുന്നില്ലേ? കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ആയി ചെയ്ത് ഇപ്പൊ ഇതൊന്നും പ്രശ്നമല്ല. ആ എനർജി കയറിയ ഞങ്ങൾ ഇതൊക്കെ മറക്കും. കൈയൊക്കെ വേദനിക്കുന്നില്ലേ ചെണ്ട? അതേ കണ്ടില്ലേ, കയ്യോ ഇതൊക്കെ തന്നെ. വിരലൊക്കെ മോതിരുന്ന പോലെ ബാൻഡേജ് ഇടേണ്ടി വരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതൊരു എനർജിയാണ്. ഇന്നലെ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു സേലത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടുത്തെ ഞങ്ങൾക്ക് ഇത് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ടൈമില്ല, റെസ്റ്റിനുള്ളതില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഹീലാവാനുള്ള ടൈം കിട്ടിയില്ല. ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ. ഈ പിച്ചാത്തി മാത്രമല്ല, കത്തി മാത്രമല്ല, നല്ല തഴമ്പുണ്ട് കഴിക്കാൻ. ഞങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട്, എല്ലാവരും ഫാമിലി മൊത്തം ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. ഫാമിലിയുടെ പേരെന്താ? കളപ്പുരയ്ക്കൽ, കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ, പെരിഞ്ഞനം. അപ്പം നിങ്ങളോട് മുട്ടാൻ വന്നാൽ സൂക്ഷിക്കണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത്. ഞങ്ങളെ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്യൂണടിക്കണതൊക്കെ സ്ത്രീകളാണ്. അത് തന്നെ ഒരു വലിയ വിജയല്ലേ. ഞങ്ങള് എല്ലാത്തിനും കട്ടക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളെ വീടും നാടും എല്ലാവരും ഞങ്ങളെ കൂടിയിട്ട്, കൂടാതെ ഞങ്ങളെ മീഡിയ ഞങ്ങളെ കൂടി ഉണ്ടാവും. ഒന്ന് തുള്ളാം, നമുക്ക് ഡാൻസ് കളിക്കാം. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കളപ്പുരയ്ക്കൽ അല്ലേ വീട്ടുകാർ, കളപ്പുരയ്ക്കൽ കുടുംബാംഗങ്ങളുടെ 19 സ്ത്രീകളടങ്ങുന്ന സംഘം ഒരു ചെറിയ താളം മറുതാളം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊട്ടുകയാണ്.
ഒന്ന് കൊട്ടിയത്. എന്തായാലും ഈ വനിതകൾ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ, ഒരുപാട് പ്രോഗ്രാമുകൾ ഇവർക്ക് കിട്ടട്ടെ. ഒരു കൂട്ടുകുടുംബമാണ്. ആ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് 19 വനിതകൾ ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു പഞ്ചാരി മേളം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും ഈ ഒരു അവസരത്തിൽ, ഈ ഒരു കൊട്ടിക്കലാശത്തിൽ ഇവരെ കൂടി മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാലക്കാട് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ്.